പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗുരുദേവാ 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 ഗുരുവായൂർ പുരരുൾ ദേവാ ഗുരുദേവാ ഗുരുദേവാ ഗുരുവായൂർ പുരരുൾ ദേവാ. ഹരിനാരായണ 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 ശരണം ശരണം നാരായണ ഹരിനാരായണ ഹരിനാരായണ ശരണം ശരണം നാരായണ. ഗുരുദേവാ ഗുരുദേവാ ഗുരുവായൂർ പുരരുൾ ദേവാ ഗുരുവായൂർ പുരരുൾ ദേവാ. ഗുരുവായൂർ മതിലകത്ത് ഒളി വെളിച്ചത്തോടുകൂടി എല്ലാ ഭക്തജനങ്ങളെയും തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് തൻ്റെ സവിധത്തിലേക്ക് ഓടി ഓടി വരുവാനായിട്ട് കാത്തു നിൽക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികളിൽ എന്തുകൊണ്ടാണ് രാധാസഹായം അതിസുന്ദര മന്ദഹാസം, രാധയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് മന്ദസ്മിതത്തോട് നിൽക്കുന്നത്. ആ രാധാഭാവത്തിലുള്ള ഭക്തജനങ്ങളെ തന്നിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഗുരുവും വായുവും കൂടി ചേർന്ന് പ്രതിഷ്ഠിച്ചതായിട്ടുള്ള നാരായണനായ ഗുരുവായൂരപ്പൻ. ഏതാണ്? ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മളിൽ കാണുന്ന പ്രാണാത്മാവ്, അതായത് ജീവാത്മാവ്, അതിനെ നാരായണനാക്കി തീർക്കുന്നതാണ് ക്ഷേത്രം ഇതം ശരീരം കൗന്ദേയ. അപ്പം ഈ ക്ഷേത്രത്തിൽ ഗുരു നമുക്ക് ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച് തരുന്നു. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗി സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. നമ്മുടെ ഹൃദയമാകുന്ന ശ്രീലകത്ത് ചിലമ്പണിഞ്ഞ് പുഞ്ചിരിയോട് നിൽക്കുന്ന ആ ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങൾ എന്ന് കാണാൻ സാധിക്കും.